ചമേലി തന്റെ വയ്യാത്ത ഭർത്താവിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. എന്റെ ദൈവമേ, എന്റെ ഭർത്താവിന് എങ്ങനെ ഇപ്പോൾ ഈ അസുഖം പിടിപെട്ടു? എനിക്കറിയില്ല ഞാൻ ഇദ്ദേഹത്തെ എങ്ങനെ ശരിപ്പെടുത്തുമെന്ന്. വിഷമിക്കണ്ട ചമേലി, എന്നെ കുറിച്ച് നീ ഇത്രക്കൊന്നും ചിന്തിക്കണ്ട. എങ്ങനെ ഞാൻ ചിന്തിക്കാതെ ഇരിക്കും? താങ്കൾക്ക് ദിവസവും മരുന്ന് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകില്ലേ? മരണം ഒരിക്കലല്ലേ വരൂ. എന്നാൽ എന്റെ ജീവിതത്തിൽ ഞാൻ നിന്നെ ദിവസവും മരിച്ചു കാണുകയല്ലേ. ഭർത്താവിനെ നോക്കുന്നതിൽ എനിക്ക് വിഷമമില്ല, അതെന്റെ കടമയാണ്. നീ എന്ത് കരുതലുള്ളവളാണ്. ശരി, നിങ്ങൾ വിശ്രമിക്കൂ, ഞാൻ ജോലിക്ക് പോകട്ടെ. ചമേലി ഒരു കർഷകന്റെ നിലത്താണ് ജോലി ചെയ്തത്. അവൾ ദിവസം മുഴുവൻ ഒരുപാട് അധ്വാനിച്ച് പൈസയുണ്ടാക്കി തന്റെ ഭർത്താവിനെ നോക്കാൻ വേണ്ടി. മുതലാളി, എനിക്ക് ഭർത്താവിന് മരുന്ന് വാങ്ങാൻ പോകണം. ഞാനിന്ന് കുറച്ച് നേരത്തെ പൊയ്ക്കോട്ടെ? ശരി ചമേലി, ഇതാ ഇന്നത്തെ നിന്റെ ശമ്പളം. മുതലാളി ശമ്പളം വെച്ച ഒരു ബോട്ടിൽ ചമേലിക്ക് കൊടുത്തു. ചമേലി ആ ബോട്ടിൽ കരടിക്ക് കൊടുക്കും. അപ്പോൾ കരടിയും ഔഷധങ്ങളൊക്കെ ഉണ്ടാക്കി ചമേലിക്ക് കൊടുക്കുമായിരുന്നു. ഇതാ മരുന്ന്, നിന്റെ ഭർത്താവിന് കൊണ്ട് കൊടുക്ക്. നന്ദി കരടി ചേട്ടാ. ചമേലി മരുന്നും കൊണ്ട് ഭർത്താവിന്റെ അടുത്തേക്ക് പോയി. ഇതാ മരുന്ന്, നിങ്ങൾ കഴിച്ചോളൂ. ചമേലി എപ്പോൾ ബോലുവിന് മരുന്ന് കൊടുത്തോ അപ്പോൾ ആ വീട്ടിൽ എന്തൊക്കെയോ മരത്തിന്റെ ചില്ലകൾ അവൾ കണ്ടു. നോക്കൂ, ഈ ഭക്ഷണം ആരാ കൊണ്ടുവന്നത്? ഞാനാ കൊണ്ടുവന്നത്. എന്താ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? എന്തിനാ പുറത്തേക്ക് പോയത്? അയ്യോ, നീ ദിവസവും പാടത്ത് നന്നായി പണിയെടുക്കുന്നില്ലേ? ഞാൻ ഇത്രയ്ക്കെങ്കിലും നിന്നെ സഹായിക്കണ്ടേ? നിങ്ങൾക്കിപ്പോൾ വയ്യല്ലോ. നിങ്ങൾക്ക് എപ്പോൾ ശരിയാകുന്നോ അപ്പോൾ വന്ന് സഹായിക്കൂ. ചമേലി തന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാനായി ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരു ദിവസം മരുന്ന് വാങ്ങാനായി അവൾ കരടിയുടെ അടുത്തേക്ക് പോയി. ഇതാ കരടി ചേട്ടാ, എന്റെ ശമ്പളം. വേഗം എനിക്ക് മരുന്നുണ്ടാക്കി തരൂ. എന്നോട് ക്ഷമിക്കൂ ചമേലി, ഇന്ന് നിനക്ക് മരുന്നുണ്ടാക്കി തരാൻ പറ്റില്ല. അതെന്താ കരടി ചേട്ടാ? കാരണം എന്റെ കയ്യിൽ ആ ഔഷധ ചെടിയില്ല, നിന്റെ ഭർത്താവിന് മരുന്നുണ്ടാക്കി തരുന്ന ചെടി. എന്നാൽ നിങ്ങൾക്കറിയില്ലേ, അദ്ദേഹത്തിന് ഇപ്പോൾ മരുന്ന് കിട്ടിയില്ലെങ്കിൽ ജീവൻ രക്ഷിക്കാൻ പറ്റില്ല. എന്നിട്ടും നിങ്ങൾ എന്താണ് ഔഷധം വെക്കാത്തത്? ദിവസവും ആ ഔഷധ ചെടി കൊണ്ടുവരുന്നവനെ ഏതോ ക്രൂരന്മാരായ മൃഗങ്ങൾ കൊന്നു. അയ്യോ, അപ്പോൾ ഇനി എന്ത് ചെയ്യും? എനിക്ക് മരുന്ന് ഉറപ്പായും കൊണ്ടുപോയേ പറ്റൂ. ക്ഷമിക്കൂ പെങ്ങളെ, ഈ സമയം ആ ക്രൂരന്മാരുടെ അടുത്തേക്ക് പോകാൻ ആരും തയ്യാറല്ല. ഇതെല്ലാം കേട്ട് മനം നൊന്ത് ചമേലി തന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഇന്നെന്റെ ഭർത്താവിന് മരുന്ന് കിട്ടിയില്ലെങ്കിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യുമെന്ന്. മരുന്നിനെ കുറിച്ച് ചിന്തിച്ച് ചമേലി തന്റെ വീട്ടിലേക്ക് വന്നു. അവളുടെ സങ്കടം കണ്ട് ബോല ചോദിച്ചു, എന്തു പറ്റി ചമേലി, നീ എന്താ ഇത്രയും വിഷമിച്ച്? ചമേലി ബോലയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ആ ക്രൂര മൃഗങ്ങളെ പേടിച്ച് അങ്ങോട്ടേക്ക് പോകാൻ ആരും തയ്യാറല്ല. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുകയാ, ഔഷധമെടുക്കാൻ ഞാൻ തന്നെ പോയാലോ എന്ന്. വേണ്ട ചമേലി, എന്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി നീ മരണം തേടി പോകണ്ട. എനിക്ക് പോയേ പറ്റൂ. ഞാൻ നിങ്ങളെ ഇങ്ങനെ മരിക്കാൻ അനുവദിക്കില്ല. പക്ഷേ നിനക്കെന്തെങ്കിലും പറ്റിയാൽ? അയ്യോ, നിങ്ങളതോർത്ത് വിഷമിക്കണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. ചമേലി തന്റെ ഔഷധം കണ്ടെത്താനായി ക്രൂരമൃഗങ്ങളുടെ കാട്ടിലേക്ക് പോയി. ദൈവമേ, ഈ സ്ഥലം എത്ര ഭയപ്പെടുത്തുന്നതാ. അപ്പോൾ ചമേലിക്ക് മുൻപായി ഒരുപാട് ഔഷധ ചെടികൾ അവൾ കണ്ടു. എന്നാൽ അവിടെ ആ ക്രൂര മൃഗങ്ങൾ ഉണ്ടായിരുന്നു. ഔഷധ ചെടിയുടെ അടുത്ത് ആ മൃഗങ്ങൾ ഉണ്ടല്ലോ. എന്തു ചെയ്യും? എങ്ങനെ ഔഷധ ചെടി ഒന്ന് കൊണ്ടുപോകും? കുറച്ചു സമയം ചമേലി ചിന്തിച്ചുകൊണ്ടേ നിന്നു. പെട്ടെന്ന് അവിടെ ഒരു വലിയ പരുന്ത് പറന്ന് ചമേലിയുടെ അടുത്ത് നിന്നു. കുറേ നാളായി ആടിനെ തിന്നിട്ട് ഇന്ന് തിന്നാൻ കിട്ടി. ഇതുകേട്ട് ചമേലി പേടിച്ചു നിന്നു. ദൈവമേ, ഈ പരുന്ത് എവിടെ നിന്നാണ് വന്നത്? നിന്നെ ഞാൻ ഇന്ന് പിച്ചി ചീന്തി തിന്നിമടിയാടേ. എനിക്കെന്തെങ്കിലും പറ്റിയാൽ എന്റെ ബോലെ ആര് നോക്കും? മരണം മുൻപിൽ കണ്ട ചമേലി തന്റെ ബുദ്ധി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. നിനക്ക് തെറ്റുപറ്റിപ്പോയി പരുന്തേ, നിനക്ക് എന്നെ കൊല്ലാൻ പറ്റില്ല. ഞാൻ നിന്നെ വളരെ എളുപ്പത്തിൽ കൊല്ലും. കാരണം ഞാൻ ഇതിനു മുൻപേയും ഒരുപാട് ആടുകളെ തിന്നിട്ടുണ്ട്. നിനക്ക് എന്നെ കൊല്ലാൻ പറ്റില്ല, കാരണം ഞാൻ നിന്നെക്കാളും ശക്തിയാണ്. നീ ദുർബലയായ ആടാ, നീ എങ്ങനെ എന്നേക്കാൾ ശക്തനായി മാറും? നമ്മളിൽ ആരാണ് ശക്തരെന്ന് തെളിയിക്കാൻ എന്റെ കയ്യിലൊരു ബുദ്ധിയുണ്ട്. അതെയോ? അതേതാ ആ ബുദ്ധി? അവിടെ ഔഷധങ്ങളുടെ ചെടി കണ്ടില്ലേ? ആ, നമ്മളിൽ ആരാണോ അവിടെ പോയി ഔഷധം ആദ്യം കൊണ്ടുവരുന്നത് അവരാണ് വിജയി. ജയിക്കുന്നത് ഞാനാണെങ്കിലോ? നിനക്കെന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഞാനാണ് ജയിക്കുന്നതെങ്കിലോ? നോക്ക്, എനിക്ക് ശക്തി പരീക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
അത് പറ, നീ എന്നെ കണ്ട് പേടിച്ചു പോയല്ലേ? ഇത് കേട്ടപ്പോൾ പരുന്തിന് ദേഷ്യം വന്നു. അവൻ ആ മത്സരത്തിനും തയ്യാറായി. ശരി, ഞാൻ മത്സരത്തിന് തയ്യാറാണ്. 1, 2, 3. 3 എന്ന് പറഞ്ഞതും പരുന്ത് വേഗത്തിൽ പറക്കാൻ തുടങ്ങി. ആടും പതുക്കെ നടന്നുപോയി താഴെ വീണു. ആ! പരുന്ത് തിരിഞ്ഞ് ആടിനെയും നോക്കി. എന്നോട് നീ റേസിന് വരുന്നോ, കള്ള ആട്ടിൻകുട്ടിയെ? പരുന്ത് വേഗത്തിൽ പറന്ന് ഔഷധച്ചെടിയുടെ അടുത്തേക്ക് പോയി. ആ ഔഷധച്ചെടിയെടുത്ത് തിരിച്ച് ആടിന്റെ അടുത്തേക്കും വന്നു. ഇതാ കിടക്കുന്നു നിന്റെ ഔഷധ ചെടി. ഞാനല്ലേ ഈ റേസിൽ ജയിച്ചത്. മത്സരം അവസാനിച്ചിട്ടില്ല പരുന്തേ. എന്താ? കാരണം നീ കൊണ്ടുവന്നത് ഔഷധച്ചെടിയൊന്നുമല്ല. യഥാർത്ഥ ഔഷധത്തിന്റെ ഇല ചുമപ്പാണ്. ശരി, ഞാനിപ്പോൾ ചുമന്ന ചില്ല എടുത്തുകൊണ്ട് വരാം. പരുന്ത് യഥാർത്ഥ ഔഷധച്ചെടി അവിടെ ഇട്ട് അടുത്തത് എടുക്കാനായി പോയി. പിന്നെ ബുദ്ധിശാലിയായ ആട് ഔഷധമെടുത്ത് വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ പരുന്ത് ചുമന്ന ഇലയുള്ള ചെടിയുമായി വന്നു. എടി ആടെ, നീ എവിടെ പോയി? എന്നെ മണ്ടനാക്കിയിട്ട് അവൾ പോയെന്നാണ് തോന്നുന്നത്. നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. ആട് തന്റെ ബുദ്ധി ഉപയോഗിച്ച് ഔഷധവുമായി കരടിയുടെ അടുത്തേക്ക് വന്നു. കരടിയും അവൾക്ക് മരുന്നുണ്ടാക്കി കൊടുത്തു. ഇതാ ചമേലി, 10 ദിവസത്തെ മരുന്ന്. ഹാവൂ, ഇനി 10 ദിവസത്തേക്ക് മരുന്നിന്റെ ടെൻഷൻ വേണ്ട. ആട് വിചാരിച്ചു 10 ദിവസത്തേക്കിന് ആ മരുന്ന് അവന് കൊടുക്കാമെന്ന്. ചമേലി, ഈ മരുന്ന് തീർന്നു പോയല്ലോ. ഇനി എന്ത് ചെയ്യും? ഞാൻ ഒരിക്കൽ കൂടി ഔഷധമെടുക്കാൻ പോകാം. ബുദ്ധിശാലിയായ ചമേലി വീണ്ടും ആ ക്രൂരന്മാരുടെ അടുത്തേക്ക് പോയി. എന്നാൽ അന്നവിടെ ഒരു മൃഗങ്ങളെയും കാണാൻ സാധിച്ചില്ല. ആഹാ, ഇന്നിവിടെ ആരുമില്ലല്ലോ. എല്ലാ മൃഗങ്ങളും പുറത്തു പോയെന്നാ തോന്നുന്നത്. പോകാം, വേഗം ഔഷധച്ചെടി എടുക്കാം. ചമേലി വേഗത്തിൽ ഔഷധച്ചെടികൾ പറിച്ചിടാൻ തുടങ്ങി. ആരെങ്കിലും ഇവിടെ വരുന്നതിന് മുൻപ് എനിക്ക് ഇവിടെ നിന്നും പോകണം. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നിനക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. അടുത്ത സിംഹത്തിനെ കണ്ട് ആട് പേടിച്ചു പോയി. എന്റെ ദൈവമേ, ഇത് എവിടെ നിന്നാണ് വന്നത്? ആടേ, ഒരുപാട് ദിവസമായി ഞാൻ വിശപ്പിലാണ്. ഇന്ന് നിന്നെ തിന്ന് എന്റെ വിശപ്പ് ഞാൻ അകറ്റും. ഒരിക്കൽ കൂടി തന്റെ മരണം മുൻപിൽ കണ്ട് ആട് തന്റെ ബുദ്ധി ഒന്നും കൂടി ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ചു. സിംഹച്ചേട്ടാ, എനിക്കറിയാം ഞാൻ രക്ഷപ്പെടില്ല എന്ന്. അതുകൊണ്ട് എനിക്കൊരു അപേക്ഷയുണ്ട്. പറ, നിന്റെ ആഗ്രഹം എന്താ? രാജാവേ, നിങ്ങൾക്കറിയാമല്ലോ മരിക്കുന്ന ഒരാളുടെ അവസാന ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന്. ആ, എനിക്ക് അറിയാം. താങ്കൾ എന്റെ അവസാന ആഗ്രഹം സാധിച്ചു തരാമോ? ആ, പറയേ, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന്? എന്റെ കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും അസുഖമാണ്. അവർക്ക് ഈ മരുന്ന് കൊടുത്തേ പറ്റൂ. അവർക്ക് ഈ ഔഷധച്ചെടി കിട്ടിയില്ലെങ്കിൽ എല്ലാവരും മരിച്ചു പോകും. താങ്കൾ ഈ ഔഷധം വേഗം എന്റെ കൂട്ടുകാരെ ഏൽപ്പിക്കൂ. എന്നിട്ട് നിങ്ങൾ എന്നെ തിന്നോളൂ. ഇതിന്റെ കാട്ടിൽ ഒരുപാട് മൃഗങ്ങൾ കാണും. ഇവൾ ഔഷധച്ചെടി കൊടുക്കുന്ന സമയം ഞാനും കൂടെ പോയാൽ എനിക്ക് ഒരുപാട് മൃഗങ്ങളെ തിന്നാൻ വേണ്ടി കിട്ടും. എന്താ ചിന്തിക്കുന്നത് രാജാവേ? എനിക്ക് നിന്റെ ആഗ്രഹം ഇഷ്ടമായി. ഓ, എവിടാ നിന്റെ കാട്? ബുദ്ധിശാലിയായ ചമേലി സിംഹത്തിനെയും കൊണ്ട് ക്രൂരനായ ചെന്നായിയുടെ അടുത്തേക്ക് പോയി. രാജാവേ, അവിടെ ഒരു ഗുഹ കാണുന്നില്ലേ? അവിടെയാ എന്റെ കൂട്ടുകാരെല്ലാം. താങ്കൾ ഇവിടെ നിൽക്കൂ, ഞാൻ വേഗം ഈ ഔഷധം കൊടുത്തിട്ട് വരാം. ശരി, പക്ഷേ വേഗം തിരിച്ചു വരണം. ആട് വേഗം ഗുഹയ്ക്കകത്തേക്ക് പോയി. അവിടെ ഒരുപാട് ക്രൂരന്മാരായ ചെന്നായ ഉണ്ട്. ആടിനെ കണ്ട് ചെന്നായകൾ ചിന്തിക്കാൻ തുടങ്ങി. ജീവൻ രക്ഷിക്കാൻ ഞങ്ങളിൽ നിന്നും ആൾക്കാർ അകന്നാണ് പോകുന്നത്. നീ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നോ? നിനക്കെന്താ, നിന്റെ ജീവൻ ഇഷ്ടമല്ലേ? മരണത്തെ തന്റെ മുൻപിൽ കണ്ട് ആടിന് ഒരിക്കൽ കൂടി തന്റെ ബുദ്ധി ഉപയോഗിക്കേണ്ടതായി വന്നു. രാജാവേ, എന്റെ ജീവനേക്കാൾ എനിക്ക് താങ്കളുടെ ജീവനാണ് വലുത്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ജീവനും പിടിച്ച് ഇവിടേക്ക് വന്നത്. എനിക്കൊന്നും മനസ്സിലായില്ല. രാജാവേ, വെളിയിൽ ഷേർസിംഗ് നിൽപ്പുണ്ട്. അയാൾ നിങ്ങളെ കൊല്ലാൻ വേണ്ടി വന്നതാണ്. എന്താ, അവൻ ഇത്രയും ധൈര്യമോ ഞങ്ങളുടെ ഗുഹയിലേക്ക് വരാൻ? രാജാവേ, നിങ്ങൾ എത്ര ശക്തന്മാരാണെന്ന് അയാൾക്കറിയില്ല. നിങ്ങളൊക്കെ വെറും ആടുകളാണെന്നാ കരുതുന്നത്. എന്താ? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ തന്നെ പോയി ചോദിക്കുക എന്തിനാ ഇവിടേക്ക് വന്നതെന്ന്. ശരി, നീ ഇവിടെ തന്നെ നിൽക്ക്. ഞാൻ ഇപ്പോൾ തന്നെ അവനോട് ചോദിച്ചിട്ട് വരാം. എല്ലാ ചെന്നായ്ക്കളും അവിടേക്ക് പോയി. ഷേർസിംഗ്, നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഞാൻ ഒരു ആടിനെ കൊന്നു തിന്നാൻ വേണ്ടിയാണ് വന്നത്. നിനക്ക് അറിയാമോ ഇത് ആരുടെ ഗുഹയാണെന്ന്? ആ, അറിയാമല്ലോ.
ഈ ഗുഹ കുറെ ആടുകളുടേതാണ്. ഇത് കേട്ട് ചെന്നായൾക്ക് ദേഷ്യം വന്നു. ഇവൻ നമ്മളെ ആണെന്ന് പറയുന്നു. ഇവനെ അറിയിച്ചു കൊടുക്കാം നമ്മൾ ആരാണെന്ന്. എല്ലാ ചെന്നായ്ക്കളും ഷേർസിംഗിന് നേരെ ചാടി വീണു. എല്ലാ ചെന്നായ്ക്കളും ചേർന്ന് ഷേർസിംഗിനെ കൊലപ്പെടുത്തി. മറുവശത്ത് ചമേലി തന്റെ ബുദ്ധി ഉപയോഗിച്ച് ഔഷധവുമായി കരടിയുടെ അടുത്തേക്ക് വന്നു. ഇതാ കരടി ചേട്ടാ, ഔഷധച്ചെടി. ഇനി ഈ ഔഷധം കൊണ്ട് ഒരു പ്രയോജനവുമില്ല ചമേലി. എന്ത് പറ്റി എന്റെ ബോലയ്ക്ക്? നിന്റെ ബോലയ്ക്ക് ഒരു കുഴപ്പവുമില്ല. പിന്നെന്തിനാ അങ്ങനെ പറഞ്ഞത്? ഔഷധച്ചെടിയുടെ ആവശ്യം ഇനി ഇല്ലെന്ന്. എന്തുകൊണ്ടെന്നാൽ നിന്റെ ബോലയ്ക്ക് ഇപ്പോൾ ഭേദമായി. അതുകൊണ്ട് ഇനി ഔഷധച്ചെടിയുടെ ആവശ്യമില്ല. ഇത് കേട്ടപ്പോൾ ചമേലിക്ക് സന്തോഷമായി. അവളുടെ കണ്ണിൽ സന്തോഷം തെളിഞ്ഞു വന്നു. കരടിച്ചേട്ടാ, നിങ്ങൾക്ക് എന്തറിയാം ഞാൻ ആ ക്രൂരന്മാരായ മൃഗങ്ങളിൽ നിന്നും ഈ ഔഷധം എങ്ങനെ എത്തിച്ചതെന്ന്? എനിക്കറിയാം ചമേലി, നീ ജീവൻ പണയം വെച്ചാണ് ഇത് കൊണ്ടുവന്നതെന്ന്. ഇവളുടെ ബുദ്ധിയെക്കുറിച്ച് എല്ലാവരെക്കാൾ കൂടുതൽ എനിക്കറിയാം. ഇവളുടെ ശക്തിയായി ബുദ്ധിയും ധൈര്യവുമാണ് ഉപയോഗിക്കുന്നത്. ആ, അതുകൊണ്ട് ഇന്നു മുതൽ നമുക്കെല്ലാവർക്കും ഇവളെ ബുദ്ധിശാലിയായ ചമേലി എന്ന് വിളിക്കാം. എനിക്ക് നിന്റെ ബുദ്ധിയിൽ അഭിമാനമുണ്ട് ചമേലി. പിന്നെ കാട്ടിലെ എല്ലാ മൃഗങ്ങളും ചമേലിയുടെ ബുദ്ധിയെപ്പറ്റി കേട്ടറിഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി. പിന്നെ എല്ലാവരും ചേർന്ന് ചമേലിയെ ആ കാടിന്റെ മന്ത്രിയുമാക്കി. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.